ഹലോ ഫ്രണ്ട്സ്, ഹെൽത്തി ഇന്ത്യ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണെന്നറിയാമല്ലോ, ഇതാണ് മുരിങ്ങയ്ക്ക. എല്ലാ വീട്ടിലും വളരെ സുലഭമായി കിട്ടുന്ന ഒരു സാധനമാണ്. ഇതുകൊണ്ട് ഒരു അടിപൊളി സൂപ്പ് ഞാൻ ഉണ്ടാക്കി കാണിച്ചിരുന്നു നിങ്ങൾക്ക്. അതായത് എത്ര ക്ഷീണിച്ചിരിക്കുന്നവനും കുതിരശക്തി കിട്ടും. ഇപ്പോഴത്തെ വൈറൽ ഫീവർ കൊണ്ട് പനി വന്ന് ക്ഷീണിച്ചിരിക്കുന്നവർ ഒരു 10 ദിവസം ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കുതിരയെ പോലെ എണീച്ച് നടക്കും. ഇതിന്റെ ഗ്യാരണ്ടിയാണ്. മുരിങ്ങയ്ക്കകത്തുള്ള പോലെയുള്ള പോഷക മൂല്യങ്ങൾ വേറെ ഒന്നിലുമില്ല. നിങ്ങളെ വീട്ടുമുറ്റത്ത് കിട്ടുന്ന ഈ മുരിങ്ങയ്ക്കായിട്ട് ഞാനിപ്പോൾ ഒരു സൂപ്പ് ഉണ്ടാക്കി കാണിച്ചു തരാം. ഒരു 10 ദിവസം നിങ്ങൾ കഴിച്ചു നോക്ക്, കുതിരയെ പോലെ ഓടി നടക്കും. മുരിങ്ങയ്ക്ക സൂപ്പ് ഉണ്ടാക്കാൻ എന്തെല്ലാം വേണമെന്ന് ഞാൻ പറയാം. ഒരാൾക്ക് സൂപ്പ് ഉണ്ടാക്കാൻ ഇത്രയും ഒരു 10 കഷ്ണം, ഓരോ ഇഞ്ച് കഷ്ണം മുറിച്ച് ഒരു അര മുരിങ്ങയ്ക്ക വേണം. ഈ അര മുരിങ്ങയ്ക്ക നമ്മൾ ഇതിനകത്തൊരു ചെറിയൊരു കുക്കറിനകത്ത് ഇട്ടുക. പിന്നെ അല്പം മുരിങ്ങയില കൂടെ വേണം. ഈ മുരിങ്ങയില ഇട്ട് പിന്നെ ഒരു 5-6 ചെറിയ ഉള്ളി ചതച്ചത് അതും ഇടുക. ഒരു ചെറിയ ഇഞ്ചി കഷ്ണം ചതച്ചത് അതും ഇടുക. 2 പട്ടയുടെ കഷ്ണം ഇത് ഇടുക. അല്പം ഉപ്പ് ചേർക്കുക. ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർക്കുക. കുരുമുളക് പൊടി. ഇനി ഒരു 2 ടീസ്പൂൺ നല്ല ശുദ്ധമായ നെയ്യ് ചേർക്കുക. ഇനി 1 കപ്പ് സൂപ്പിന് 2 കപ്പ് വെള്ളം ഒഴിക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ ചേർത്തു ഇളക്കുക. മൂടിയിട്ട് അടയ്ക്കുക. ആദ്യ വിസിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ ഫ്ലെയിം ലോ ആക്കുക. ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ഇനി ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ കിടക്കട്ടെ. 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം. സൂപ്പായിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നല്ല അടിപൊളി സൂപ്പ്. എന്തായാലും ഇതിനെടുത്ത് നമുക്ക് അരിക്കാം. ഇതാ സൂപ്പ് തയ്യാറായി കഴിഞ്ഞു. നമുക്ക് പകർത്തി നോക്കാം. 1 കപ്പ് അടിപൊളി സൂപ്പ്. ടേസ്റ്റിന് വേണ്ടി അല്പം നാരങ്ങ നീരൂടെ ഒഴിക്കുക. അടിപൊളി കലക്കൻ സൂപ്പ്. ഒരു 10 ദിവസം നിങ്ങൾ കഴിച്ചു നോക്കുക. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അതുവരെ ബൈ ബൈ.